ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഖാരിജുൽ ഹുറൂഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാവിൻ്റെ മഖ്റജാണ് അല്ലേ. നാവിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നാവിൽ നിന്ന് 18 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 മഖ്റജ് പഠിച്ചു കഴിഞ്ഞു. നാവിന് 10 മഖ്റജിൽ നിന്നാണ് 18 അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അതിൻ്റെ 2 മഖ്റജ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നാവിൻ്റെ പിൻഭാഗം അഖ്സൽ ലിസാനിൽ നിന്നും 2 അക്ഷരങ്ങളാണ് ഖാഫ്, കാഫ്. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നാവിൻ്റെ മധ്യഭാഗം വസത്തൽ ലിസാനിൽ നിന്നും 3 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജീം, ഷീൻ, യ. ഈ 5 അക്ഷരങ്ങളും 2 മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന 5 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാവിൻ്റെ അരികുവശം എന്ന് പറഞ്ഞാൽ ഹാഫത്തുൽ ലിസാൻ. അതിൽ നിന്ന് വരുന്ന 2 അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ്വാദ്, ലാം. 2 അക്ഷരങ്ങൾ ദ്വാദ്, ലാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാവിൻ്റെ അരികുവശം എന്ന് പറഞ്ഞാൽ ഇതാണ് നാവിൻ്റെ അരികുവശം. നാവിൻ്റെ അരികുവശം എന്ന് പറഞ്ഞാൽ ഇതാണ്. 2 സൈഡിലും ഉണ്ടാവും. 2 സൈഡിലും ഹാഫത്തുൽ ലിസാൻ 2 സൈഡിലുണ്ട്. ഈ സൈഡിലുണ്ടാവും, ഈ സൈഡിലുണ്ടാവും. ഓക്കെ. നാവിൻ്റെ പിൻഭാഗം. അപ്പോൾ നാവിൻ്റെ വശങ്ങളിൽ നിന്നും 2 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. നാവിൻ്റെ വശങ്ങളിൽ നിന്നും 2 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. ഒന്ന് ദ്വാദ്, മറ്റൊന്ന് ലാം. ദ്വാദ്, ലാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് നോക്കാം. അപ്പോൾ നാവിൻ്റെ അറ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അറ്റത്ത് നിന്ന് 2 മഖ്റജ് ഉണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒന്ന് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് അഖ്സൽ ഹാഫ എന്ന് പറഞ്ഞാൽ പിൻവശം. നാവിൻ്റെ അരികാണ്. അരികിലെ പിൻവശത്തെ അരിക്. നാവിൻ്റെ പിൻവശത്തെ അരികിനെയാണ് എന്ത് പറയുക? അഖ്സൽ ഹാഫ. അത് 2 സൈഡിലുണ്ട്. നാവിന് 2 സൈഡ് ഉണ്ടാവുമല്ലോ. 2 സൈഡിലും എന്തുണ്ട്? അഖ്സൽ ഹാഫ ഉണ്ട്. ഈ യെല്ലോ കാണുന്നതിന് പറയുന്നത് അദിനൽ ഹാഫ. നാവിൻ്റെ മുൻവശത്തെ അരിക്. നാവിൻ്റെ മുൻഭാഗത്തെ അരികാണെന്ത്? ഈ മഞ്ഞ കളർ കാണുന്നത്. പച്ച കളർ കാണുന്നത് എന്താണ്? നാവിൻ്റെ പിറകു വശത്തെ അരികാണ്, ബാക്ക് സൈഡിലുള്ള അരികാണ്. അപ്പോൾ അറബിയിൽ പറയുന്ന നേരം അഖ്സൽ ഹാഫ. ഈ ഗ്രീൻ കളറിലുള്ളത് അഖ്സൽ ഹാഫ, യെല്ലോ കളറിലുള്ളത് അദിനൽ ഹാഫ. അപ്പോൾ നമ്മളുടെ നാവിൻ്റെ ചിത്രമാണിത്. ഇത് നമ്മുടെ പല്ലിൻ്റെ ചിത്രമാണ്. പല്ല്. ഓക്കെ. ഈ പല്ലെന്ന് പറയുന്നത് മുകളിലത്തെ വരിയിലെ പല്ലും മുകളിലത്തെ ഊനുമാണിത്. മുകളിലത്തെ വരിയിലെ പല്ലും ഊനും. ഇവിടെ നമ്മൾ ഗ്രീൻ കളറിലും യെല്ലോ കളറിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ കളറും ഒരു മഖ്റജായിട്ട് യൂസ് ചെയ്യുന്നു. ഒരു അക്ഷരത്തിൻ്റെ മഖ്റജ്, അക്ഷരം ദ്വാദ്. അപ്പം ദ്വാദിനെ സംബന്ധിച്ചിടത്തോളം ദ്വാദിന് 3 മഖ്റജ് ഉണ്ടെന്ന് പറയും. 3 രീതിയിൽ ദ്വാദിനെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. അപ്പോൾ ഒന്ന് വലതുവശത്തെ നാവിൻ്റെ വലതുവശത്തെ അരികിനെ വലതുവശത്തുള്ള പല്ലിൻ്റെ ഊനിൽ പ്രസ് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യാം. നാവിൻ്റെ വലതുവശത്തുള്ള അരികിനെ, പിൻഭാഗത്തെ അരിക്, പല്ലിൻ്റെ ഈ പല്ലെന്ന് പറഞ്ഞാൽ അണപ്പല്ല്, മോളാർ ടീത്ത് എന്ന് പറയും. പല്ലിൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം. മോളാർ ടീത്ത് അല്ലെങ്കിൽ അണപ്പല്ലിൻ്റെ ഊനിൻ്റെ മുകളിലാണ് വെക്കുക. ഒന്ന് വലതുവശവും ഇവിടെ ഈ വലതുവശത്ത് വെക്കുക. രണ്ടാമത് എന്ത് ചെയ്യാം? ഈ ഇടതുവശത്തെ നാവിൻ്റെ ഭാഗമല്ലേ, നാവിൻ്റെ ഇടതുവശത്തെ ഭാഗം അരികിനെ
ഇടതുവശത്തെ പല്ലിൻ്റെ അണപ്പല്ലിൻ്റെ ഊനിലോട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണമായല്ലോ. ഒന്ന് വലതുവശത്തെ നാവിൻ്റെ വലത് അരികും പല്ലിൻ്റെ ഊന്, വലതുവശത്തെ അണപ്പല്ലിൻ്റെ ഊനുമായിട്ട്. രണ്ടാമത് നാവിൻ്റെ ഇടതുവശവും പല്ലിൻ്റെ ഇടതുവശത്തെ ഊനിൽ പ്രസ് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുക. മൂന്നാമത് കംപ്ലീറ്റ് നാവ് പല്ലോട്ട് പ്രസ് ചെയ്യുക. ഇവിടെ വലതുവശം ഇത് വലതുവശത്തിലോട്ടാണല്ലോ പ്രസ്സാകുക, ഇടതുവശത്തിലോട്ടും പ്രസ് ചെയ്തിട്ടാണ് രണ്ട് ഭാഗവും കൂടി ഒരുമിച്ച് നാവിനെ പല്ലിലോട്ട് പ്രസ് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഏത് കേസിലായാലും ഈ ഒരു ഭാഗവും കൂടി എന്താണ്, മഹ്റജിൽ ഉൾപ്പെട്ടതാണ്. ഈ യെല്ലോ കളർ കാണുന്നതും കൂടി ഈ ദ്വാദിൻ്റെ മഹ്റജിൽ ഉൾപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദ്വാദിനെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ നാവ് തെന്നിയിട്ട് ഇങ്ങോട്ട് മാറും, നാവ് തെന്നി ഇങ്ങോട്ട് വരും. ഓക്കെ, ഈ ഒരു യെല്ലോയിലോട്ട് വരും. ഈ യെല്ലോ ഭാഗം നാവിൻ്റെ തുമ്പും കൂടി ഈ യെല്ലോയിലോട്ട് വരും. പക്ഷേ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് എവിടെയാണ്, സമ്മർദ്ദം കൊടുക്കേണ്ടത് ഇവിടെയാണ്. നാവിൻ്റെ ബാക്ക് സൈഡിൽ ആണ് നമ്മൾ സമ്മർദ്ദം കൊടുക്കേണ്ടത്. മറ്റേത് അവിടെ ടച്ച് ചെയ്യും, സമ്മർദ്ദമില്ലാതെ ടച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബോദിനെ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, ബോദ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ബോദിൻ്റെ മഹ്റജ് നാവിൻ്റെ വലത് അരിക് അല്ലെങ്കിൽ ഇടത് അരിക് അല്ലെങ്കിൽ രണ്ടരികുകളും. ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, വലത് അരിക്, ഇടത് അരിക് അല്ലെങ്കിൽ രണ്ടരികുകളും അതിൻ്റെ മുകളിലത്തെ അണപ്പല്ലുകളുടെ ഉൾവശത്ത് സ്പർശിക്കുക. അപ്പോൾ സ്പർശിക്കുന്ന സമയത്ത് ഗ്രീൻ ഭാഗം പച്ച ഭാഗം സമ്മർദ്ദത്തോടെ സ്പർശിക്കണം. യെല്ലോ പാർട്ടിനെ എന്ത് ചെയ്യുക, സമ്മർദ്ദമില്ലാതെയും സ്പർശിക്കണം. എന്ന് പറഞ്ഞാൽ കറക്റ്റ് മഹ്റജിൻ്റെ ഗ്രീൻ ഭാഗമാണ്. പക്ഷേ നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്തേക്ക് നാവ് അങ്ങോട്ട് തെന്നി മാറുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുക. അപ്പം ദ്വാദ് എന്നുള്ള ലെറ്ററിൻ്റെ നാവ് ഇരിക്കുക എങ്ങനെയാണ്, ദ്വാദ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ദ്വാദ് എന്നുള്ളത് ഹെവി ലെറ്ററാണ്, ഭാരം കൂടുതലുള്ള ലെറ്ററാണ്. എന്നുമല്ല എക്സ്ട്രാ ഹെവി ലെറ്ററാണ്. ഇത്ബാഖ് എന്നറിയും. അതൊക്കെ നമ്മൾ സിഫാത്ത് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കും. അപ്പോൾ നമ്മളെന്ത് പഠിക്കുക, നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദ്വാദിനെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നാവ് ഫ്ലാറ്റായിട്ട് കിടക്കില്ല. ഭാരമില്ലാത്ത അക്ഷരങ്ങളെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നാവിനെ ഫ്ലാറ്റായിട്ടാണ് കിടക്കുക. ഇവിടെ നമ്മൾ കാണുന്നുണ്ടാവും നാവ് എന്താണ്, നാവിൻ്റെ ബാക്ക് സൈഡിൽ ഉയർന്നിട്ടാണ് കിടക്കുന്നത്. നാവ് ഇങ്ങനല്ല, ഫ്ലാറ്റായിട്ട് നാവ് കിടക്കുക ഇങ്ങനെയാണ്. നമ്മൾ ലൈറ്റ് ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നാവ് ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പം അങ്ങനെയല്ല കിടക്കുന്നത്. നാവ് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് സൈഡിൽ ഉയർന്നിട്ടുണ്ട്. തന്നെയുമല്ല സെൻറ്ററിലൊരു സ്പൂണിൻ്റെ മാതിരി കുഴിഞ്ഞും കിടക്കുന്നുണ്ട്. സെൻറ്ററിൽ സ്പൂണിൻ്റെ മാതിരി കുഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ നാവിൻ്റെ ഇവിടുന്നാണല്ലോ സൗണ്ട് ഇവിടുന്നാണ് വരിക, വോക്കൽ കോഡ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സൗണ്ട് ഇവിടുന്ന് തന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കെട്ടിക്കിടക്കും. കണ്ടില്ലേ, നിങ്ങൾ ആരോ മാർക്ക് അവിടെ പുറത്തേക്ക് പോകാണ്ട് അവിടെ കെട്ടിക്കിടക്കുന്നില്ലേ, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ ഹെവിയുള്ള ലെറ്റേഴ്സിനൊക്കെ ഈ സൗണ്ട് ഇവിടെ കുടുങ്ങിക്കിടക്കും. എന്നിട്ടാണ് അതിൻ്റെ ഒരു ഹെവി സൗണ്ട് നമുക്ക് പുറത്തേക്ക് കേൾക്കാൻ പറ്റുക. ഓക്കെ, ബോദ് ബോദ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പോൾ സിഫയും കൂടി പഠിക്കുന്ന സമയത്ത് കൂടുതൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും ഫ്രണ്ട് ഇൻസിസേഴ്സ് എന്ന് പറയും. ഫ്രണ്ട് ഇൻസിസേഴ്സ് നമ്മളെ എന്താണ് ഏറ്റവും ഫ്രണ്ടിലുള്ള പല്ലില്ലേ, മുൻപല്ലുകൾ എന്ന് പറയുന്ന രണ്ട് പല്ലില്ലേ, കുറച്ച് വലുപ്പമൊക്കെ ഉള്ള ആ രണ്ട് പല്ലാണിത്. അതിൻ്റെ തൊട്ടടുത്ത് അത്ര വലുപ്പമില്ലാത്ത രണ്ട് പല്ലുകളില്ലേ, അത് ലാറ്ററൽ ഇൻസിസേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് പല്ലുകൾ. ഇത് നെക്സ്റ്റ് ഇനി പിന്നെ വരുന്നത് കോൺ പല്ല് എന്ന് പറയും. കോണുള്ള പല്ലില്ലേ, അതാണ് അടുത്ത് വരുന്നത് കോൺ പല്ല്. പിന്നെ ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഫസ്റ്റ് പ്രീ മോളാർ എന്ന് പറഞ്ഞാൽ അണപ്പല്ലിൻ്റെ സ്റ്റാർട്ടിങ്, അണപ്പല്ല് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവിടെ അല്ലേ. അപ്പോൾ നമ്മൾ 2 അല്ലേ, 1 2 3 4 ഈ 4 പല്ല് വരെ, ഈ 4 പല്ല് വരെ ഇതാണ്, ഇത്രയും ഭാഗമാണ് ആ മഞ്ഞ കളർ കണ്ടത് അല്ലേ. നമ്മൾ പിക്ചറിൽ മഞ്ഞ കളർ കണ്ടിട്ടായിരുന്നില്ലേ. മഞ്ഞ കളർ കാണുന്നത് ഈ ഒരു 8 പല്ലിൻ്റെ ഭാഗമാണ്. മഞ്ഞ കളർ തന്നെ എടുക്കാം നമുക്കല്ലേ. മഞ്ഞ
നമ്മൾ പിക്ചറിൽ നാവിൻ്റെ പിക്ചറിൽ മഞ്ഞ കളർ പല്ലിൻ്റെ മഞ്ഞ കളർ കണ്ടില്ലേ? അപ്പോൾ ഇത് 8 പല്ല്, 4 പല്ല് ഈ സൈഡിലും 2 മുൻപല്ല്, തൊട്ടടുത്തുള്ള 2 ചെറിയ പല്ലുകൾ, പിന്നെ 2 കോൺ പല്ലുകൾ, കോണായിട്ടുള്ള പല്ലില്ലേ അതിൻ്റെ തൊട്ട് അടുത്തുള്ള അണപ്പല്ലും, ഇങ്ങനെ 8 പല്ലുകൾ, 4 എണ്ണം ഈ സൈഡിലും 4 എണ്ണം ഈ സൈഡിലും, മുകളിലത്തെ വരിയിലെ പല്ലുകളാണ്. ഇത്രയും അടങ്ങിയതാണ് ഈ മഞ്ഞ ഭാഗം. ബാക്കിയുള്ള 4 പല്ലടങ്ങിയതാണ് നമുക്ക് പച്ച കൊണ്ട് തന്നെയല്ലേ മാർക്ക് ചെയ്യുക അല്ലേ? ഈ ഗ്രീൻ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ 4 പല്ല്, ഇവിടെ 4 പല്ല്. ഓക്കെ, ഇതാണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പല്ലിൻ്റെ ചിത്രത്തിലുള്ളത്. ഓക്കെ, ഇത് പ്രീമോളാർ പ്രീമോളാറാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത്. പിന്നെ മോളാർ, ഫസ്റ്റ് മോളാർ, സെക്കൻഡ് മോളാർ അല്ലേ? പ്രീമോളാർ, സെക്കൻഡ് പ്രീമോളാർ, പിന്നെ വിസ്ഡം ടീത്ത്. ഇതെല്ലാം ഇതാണ് ഈ 4 പല്ലുകളും അടങ്ങിയതാണ് പച്ച ഇത്. അപ്പോൾ പച്ചയ്ക്ക് 4 പല്ല്, മഞ്ഞ 8 പല്ല്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള നാവിൻ്റെ ഭാഗവുമാണ് ഈ പച്ച അടയാളപ്പെടുത്തിയ പല്ലിൻ്റെ തൊട്ട് താഴെയുള്ള നാവിൻ്റെ ഭാഗമാണ് പച്ച കളറിൽ നമ്മൾ അടയാളപ്പെടുത്തിയത്. അപ്പോൾ അതാണ് ദ്വാദിൻ്റെ മഹ്റജ്. ഈ മഞ്ഞ നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് ലാമിൻ്റെ മഹ്റജ് വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞയാണ് ആവശ്യം. അപ്പോൾ അതൊക്കെയാണ് ദ്വാദിൻ്റെ. നമ്മൾ മുൻപല്ല് നേരത്തെ ഗ്രീൻ മഞ്ഞ അടയാളപ്പെടുത്തിയില്ലേ? മഞ്ഞ അടയാളപ്പെടുത്തിയ ഭാഗം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മുൻപല്ല് എന്ന് പറഞ്ഞാൽ 2 വലിയ പല്ല് കണ്ടില്ലേ? ആ മുൻപല്ല് മുതൽ പ്രീ മോളാർ വരെ 4 പല്ല്, 4 ഒരു സൈഡ് 4 ഒരു സൈഡ്, അപ്പോൾ 8 പല്ല്. ഈ 8 പല്ലിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള നാവും അതിൻ്റെ ഊനും കൂടി അടങ്ങിയതാണ് ലാമിൻ്റെ മഹ്റജ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു യെല്ലോ ഭാഗം നമ്മൾ യെല്ലോ ആയിട്ട് അടയാളപ്പെടുത്തിയുണ്ടല്ലേ? ഇപ്പോൾ ലാമിനെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം നാവാണിത്, ഇത് നാവാണ്. നാവിൻ്റെ ഈ ഭാഗം പല്ലിൻ്റെ, ഇത് മുകളിലത്തെ വരിയിലെ പല്ലാണ്, പല്ലിൻ്റെ മഞ്ഞ ഭാഗത്തേക്ക് പ്രസ് ചെയ്യുക. അങ്ങനെയാണ് എന്തിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? ലാമിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാമിൻ്റെ മഹ്റജ് നാവിൻ്റെ മുൻവശം, നാവിൻ്റെ മുൻഭാഗത്തിൻ്റെ അരിക്. ഇപ്പോൾ 2 അരിക് നമ്മൾ പഠിച്ചല്ലോ. ഇത് ബാക്ക് സൈഡായിരുന്നു അല്ലേ? അക്സൽ ഹാഫ അല്ലെങ്കിൽ ബാക്ക് സൈഡാണിത്. ഇത് ഫ്രണ്ട് സൈഡ് അദിനൽ ഹാഫയും അല്ലെങ്കിൽ നാവിൻ്റെ മുൻവശത്തെ അരികും മുൻവശത്തെ 8 പല്ലുകളുടെ ഊന് ഭാഗവും കൂടി അടങ്ങിയതാണ് ലാമിൻ്റെ മഹ്റജ്. അപ്പോൾ നാവ് പൊക്കിയിട്ട് എങ്ങോട്ട് പ്രസ് ചെയ്യുക? നാവിൻ്റെ ഊനിലോട്ട് പ്രസ് ചെയ്യുക അല്ലേ? മുൻവശത്തെ ഈ 8 പല്ലിൻ്റെ അളവിലുള്ള ഊനിലോട്ട് നാവിനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ലാമിനെ പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാമിൻ്റെ പിക്ചറാണിത്. അപ്പോൾ ലാമ് 3 ചിത്രമുണ്ട് ലാമിന് അല്ലേ? അപ്പോൾ ലാമുണ്ട്, ഇത് ഹെവി ലാമാണ്, ഇത് ലൈറ്റ് ലാമാണ്. അങ്ങനെ വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലാമ് ഹെവി ആയിട്ടും ലൈറ്റായിട്ടും യൂസ് ചെയ്യുന്ന അക്ഷരമാണ് ലാം. അപ്പോൾ നമ്മൾ സിഫാത്ത് പഠിക്കുന്ന സമയത്ത് എവിടേക്കാണ് നമുക്ക് ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നും എവിടെ നമ്മൾ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നതെന്നും നമ്മളതൊന്ന് പഠിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മഹ്റജ് മാത്രമേ പഠിക്കുന്നുള്ളൂ. നാവിനെ പൊക്കിയിട്ട് ആ പല്ലിൻ്റെ ഊനിലോട്ട് പ്രസ് ചെയ്യുക. അപ്പോഴാണ് എന്ത് പ്രൊഡ്യൂസ് ആകുന്നത്? ലാമ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ ലാമ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ ഓരോ ആൾക്കാരേക്ക്
ആർക്കും എങ്ങനെയാണോ പറ്റുക അതിനനുസരിച്ച് ഏറ്റവും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മളത് പഠിച്ചെടുക്കുക. അപ്പോൾ അള്ളാഹു എല്ലാവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ അക്ഷരങ്ങൾ പഠിക്കാനും വിശുദ്ധ ഖുർആനെ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനുള്ള സൗഭാഗ്യം എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.